ഓണക്കാലത്ത് ജനത്തിന് ദീപാവലി സമ്മാനം നൽകുന്നതിന്റെ ചർച്ചകളിൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യമന്ത്രിമാർ. ഇന്നും നാളെയുമായി ഡൽഹിയിൽ നടക്കുന്ന GST കൌൺസിൽ യോഗം 2 നികുതി സ്ലാബുകളിലായി ഉൾപ്പെടുത്തേണ്ട ഇനങ്ങളുടെ കാര്യം വിശദമായി ചർച്ച ചെയ്യുകയാണ്. ഉപഭോക്താക്കളും വ്യാപാരി വ്യവസായി സമൂഹവും നികുതി ഭാരം കുറയുമെന്ന പ്രതീക്ഷയിൽ. ട്രംപാഘാതം മറികടക്കാൻ സർക്കാർ വഴിതേടുന്നതിനിടയിൽ അമിത പ്രതീക്ഷ വേണ്ടെന്ന് കാണുന്നവർ നിരവധി. ഗ്രാംവില 10,000 രൂപയിൽ തൊടാനൊരുങ്ങി സ്വർണം. ഇന്നും വിലയിൽ റെക്കോർഡ്. ഇപ്പോൾ ഗ്രാംവില 9,805 രൂപ. 85,000 രൂപയെങ്കിലും കയ്യിൽ കരുതിയാൽ ഒരു പവൻ ആഭരണം വാങ്ങാം. വെള്ളിവിലയും കുതിച്ചുയരുന്നു. ഗ്രാമിന് ഇന്ന് 133 രൂപ. ഡോളറുമായുള്ള വിനിമയത്തിൽ പിന്നെയും ഇടിഞ്ഞ് രൂപ. $1 88 രൂപ 34 പൈസ. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള മത്സരം മുറുകുന്നതിനിടയിൽ ചെറുനഗരങ്ങളിലേക്ക് സിനിമാ പ്രദർശനത്തിന്റെ ഫോക്കസ് തിരിക്കാൻ PVR ഇനോക്സ്. മൾട്ടിപ്ലക്സ് വിപുലീകരണം ചെലവേറിയതായി. ബിഗ് ബജറ്റ് റിലീസുകൾ കുറഞ്ഞു. അതുകൊണ്ട് സിനിമ കാണാൻ ഓപ്ഷൻസ് കുറഞ്ഞ ടൗണുകളിലെ പ്രേക്ഷകർക്കിടയിലേക്ക് കടന്നു ചെല്ലാനാണ് ശ്രമം. 14 വർഷത്തിനിടയിലെ അതിവേഗ വളർച്ചയുമായി ആഗസ്റ്റിൽ സേവന മേഖല. സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക ജൂലൈയിൽ 60.5-ൽ നിന്ന് 62.9-ൽ. ബിസിനസ് പ്രവർത്തനവും ഡിമാൻഡും ശക്തമായി ഉയരുന്നതിന്റെ സൂചനയാണിതെന്ന് HSBC റിപ്പോർട്ട്. UPI ഇടപാടിൽ ചരിത്ര നേട്ടം. ഓഗസ്റ്റിൽ ശരാശരി പ്രതിദിന ഇടപാട് 80,177 കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 22% കൂടുതൽ. ആകെ നടന്ന ഇടപാടുകൾ 2,000 കോടി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.